ഹായ് അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒന്ന് റെഡിയാക്കിയാൽ മതിയാകും കേട്ടോ. നമുക്ക് ഒത്തിരി പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണിത്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും കുട്ടികൾക്കും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ആവിയിൽ വേവിച്ചിട്ടുള്ളൊരു പലഹാരം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ പച്ചരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. വൈകിട്ടാണ് ഞാൻ അത് റെഡിയാക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയും ഒരു മുട്ടയും ഒരു 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കും. അതിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ശർക്കര പാനികളാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും നിലക്കടലയും കൂടെ നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. അത് ആ പ്ലേറ്റിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയൊന്നും നിലക്കടല മൂപ്പിച്ചതില്ല അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് അരി അരച്ച സമയത്ത് 1 സ്പൂൺ അരിമാവും കൂടെ ചേർത്താണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അത് എൻ്റെ നിന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. നിങ്ങൾ റെഡിയാക്കുമ്പോൾ 1 സ്പൂൺ അരിമാവും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ച് ഇതണക്ക് എടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ 1/2 സ്പൂൺ നെയ്യും കൂടെ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒന്ന് റെഡിയാക്കി എടുത്ത് നമുക്ക് ഒത്തിരി പേർക്ക് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആകാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.